ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടിയുടെ സിലിണ്ടർ കിറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചായിരുന്നതാണ്. അതായത് ഓയിൽ തീർന്ന് ഓടി പിസ്റ്റൺ പിടിച്ചേക്കണ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മളത് ഈ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമ്മളത് സിലിണ്ടർ കിറ്റ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സിലിണ്ടർ കിറ്റ് വരുമ്പോൾ 3665 രൂപയാണ്. ഞാൻ തന്ന കൊട്ടേഷൻ എമൗണ്ടിൽ എനിക്ക് വേരിയേഷൻ ഉണ്ട്. നമ്മൾ എഴുതിയ എമൗണ്ട് മാറിപ്പോയി തോന്നുന്നുണ്ടോ. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിലവിൽ ഇതാണ് നമുക്ക് 3665 രൂപയാണ് നമുക്ക് സിലിണ്ടർ കിറ്റ് വരാം. HT മോഡലാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ രണ്ട് വാൽവ് മാറ്റി സീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പ്ലഗ് എയർ ഫിൽറ്ററൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താണ് കേട്ടോ. അതേപോലെ തന്നെ പെട്രോളിൻ്റെ ടാപ്പ് അതിൻ്റെ പൈപ്പുകൾ മാറ്റിയിട്ടുണ്ട്. എൻജിൻ ഓയിൽ ഒരല്പം കുറവുണ്ടായിരുന്നു, ഞാനത് ടോപ്പ് അപ്പ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് 1 ഇയർ വാറണ്ടി, 1 വർഷം വാറണ്ടിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കണേ. അതായത് നമ്മൾ ഈ മാറ്റിയിരിക്കുന്ന പാർട്സുകൾക്ക് അടക്കം വാറണ്ടി പറയണതാണ് 1 ഇയർ കേട്ടോ. അത് നിലവിൽ ആ ബില്ല് നമ്മൾ സൂക്ഷിക്കണം. ബില്ല് സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോൾ കൃത്യമായിട്ട് ഏത് പാർട്സാണ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ക്ലച്ചിൽ നമുക്ക് ഈ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ മോശമായിരുന്നു. അപ്പോൾ അതുകൂടി നമ്മൾ മാറ്റിയിട്ടുണ്ട്, പറയാൻ പറ്റുമോ കേട്ടാണ്. അതേപോലെ തന്നെ ബാക്കിൽ വരുന്ന ഷോക്ക് ഓപ്ഷൻ്റെ ഇവിടുത്തെ ഒരു ബുഷും കൂടി നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലച്ചിലൊന്നും വേറെ പ്രോബ്ലം ഇല്ല. നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ച് ഗ്രീസ് ഇതൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത് ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. സിലിണ്ടർ കിറ്റിൻ്റെ ഭാഗം ഓക്കെ ആയിട്ടുണ്ട്. ശരിക്കും പിസ്റ്റൺ പിടിപ്പിക്കുന്ന കണക്ടർ റോഡിൻ്റെ അതുമ്പോൾ ഈ പിന്ന് നല്ല ടൈറ്റാകും. പുതിയത് കയറ്റുമ്പോൾ ചെറിയൊരു ടൈറ്റ് ഉണ്ട്. തൽക്കാലം അത് റബ്ബ് ചെയ്തിട്ടൊക്കെയാണ് കയറ്റിയിട്ടായിരുന്നു കേട്ടോ. പ്രോബ്ലം ഒന്നുമില്ല, പ്രത്യക്ഷത്തിൽ പ്രോബ്ലം ഇല്ല. എനിക്ക് തോന്നുന്നു അത് ക്രാങ്ക് സെറ്റ് ചെയ്തപ്പോൾ ഒറിജിനൽ കണക്ടർ റോഡല്ല യൂസ് ചെയ്തത്, അതുകൊണ്ട് വന്നാണ് മിസ്റ്റേക്ക് ആണത്. പക്ഷേ പ്രത്യക്ഷത്തിൽ നമുക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി വാറണ്ടി പീരീഡ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് 1 വർഷമാണ് വാറണ്ടി. അതിനകത്ത് നമ്മൾ 4 മാസം കൂടുമ്പോൾ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഫയറിങ്ങിൻ്റെ ഭാഗമാണ് അയച്ചേക്കണേ. ഫുൾ എഞ്ചിൻ വർക്ക് എന്ന് പറയാൻ പറ്റില്ല, ഹാഫാണ്. നമ്മൾ ഈ ഭാഗം മാത്രമാണ് അയച്ചിട്ടുള്ളൂ. അതേപോലെ ക്ലച്ച് അഴിച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നോർമൽ ഓരോ ജനറലായിട്ട് ചെയ്യുന്ന സർവീസിൻ്റെ കൂട്ടത്തിലും ചെയ്തു പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ 4 മാസം കൂടുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യണം, ജനറലായിട്ടുള്ള സർവീസ് ചെയ്യണം എന്നുള്ളത് അതൊരു റൂൾസാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കാതെ ഉപയോഗിക്കാതെ, അതായത് കറക്റ്റായിട്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടത്താണ്ട് ഉപയോഗിക്കുന്ന വണ്ടികളിൽ നോർമൽ കംപ്ലയിൻറ്റ് വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, കൃത്യ സർവീസുകൾ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുമല്ലോ, അതേപോലെ തന്നെ നമുക്ക് ഫ്രീ സർവീസ് അല്ല, പെയ്ഡ് സർവീസ് ആയിരിക്കും. പക്ഷേ എന്നാൽ പോലും ആ പീരീഡുകളിൽ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് ഓരോ 4 മാസം കൂടുമ്പോൾ. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എഞ്ചിൻ ഓയിൽ നിർബന്ധമായിട്ടും എല്ലാ 3000 കിലോമീറ്ററിലും നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ മാറ്റിയേക്കണ കിലോമീറ്റർ കൂട്ടാം, പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം, നെക്സ്റ്റ് 3000 കിലോമീറ്ററിൽ ഓയിൽ ചേഞ്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ കറക്റ്റ് പീരീഡിൽ നമ്മൾ എഞ്ചിൻ ഓയിൽ കറക്റ്റായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് മാറ്റേണ്ടത് മാറ്റി തന്നെ പോകണം കേട്ടോ. 3000 കിലോമീറ്ററിൽ കൂടുതൽ ഒരു അനുസരണം ഓടിക്കാതിരിക്കുക. നമുക്ക് എത്ര ഓട്ടം ഉണ്ടെങ്കിലും, ചിലപ്പോൾ നല്ല ഓട്ടമുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം വരും. അപ്പോൾ അത് നമ്മളൊരു നഷ്ടം കണക്ക് കൂട്ടരുത്, കൃത്യമായിട്ട് ആ പീരീഡിൽ മാറ്റി വിടാൻ ശ്രദ്ധിക്കാം. എന്നാലാണ് മാക്സിമം നമുക്ക് എഞ്ചിൻ്റെ പരമാവധി ലൈഫിലേക്ക് നമുക്ക് എത്തുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സൈലൻസർ നല്ല രീതിയിൽ തുരുമ്പ് കാര്യങ്ങളാറും. അപ്പോൾ സൈലൻസറും നമ്മൾ ഓൾറെഡി നമ്മൾ സൈലൻസർ കോട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. സൈലൻസറിൻ്റെ ബാക്കിയത്തെ ഭാഗമൊക്കെ പെർഫെക്റ്റായിട്ട് നിൽക്കും. നമ്മുടെ ഈ വരുന്ന ഭാഗം ഇത് ഹൈ രീതിയിൽ നല്ല പ്രഷറിൽ ഇവിടെ അതിൻ്റെ ഫയറിങ് വന്ന ഭാഗമാണ്. നല്ലോണം ചൂടാവും. അപ്പോൾ ഈ ഭാഗം ഇത്രയും ഭാഗം എന്തായാലും കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു കളർ ഷെയ്ഡ് വരും. അത് ഓൾറെഡി തുരുമ്പിൻ്റെ കളറിലേക്ക് മാറും. അത് നോർമൽ വന്ന ഇതാണ്. പുതിയ വണ്ടിയാണെങ്കിൽ പോലും ശ്രദ്ധിക്കുക, അതിനകത്തും അങ്ങനെ തന്നെയായിരിക്കും വന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല ഫയറിങ്, ഇത്രയും ഭാഗം ചുട്ട് പഴുത്താണ് എപ്പോഴും നിൽക്കുള്ളൂ. അവിടെ നമ്മൾ എന്തൊക്കെ കോട്ടിങ് കൊടുത്തു എന്ന് പറഞ്ഞാലും കാര്യമില്ല. ആ നല്ല രീതിയിൽ ശരിക്കും പഴുത്ത് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ പറഞ്ഞ രീതിയുടെ കളർ ചേഞ്ച് വരും. ഇപ്പം ക്ലിയറാണ്, പക്ഷേ ഓൾറെഡി അതങ്ങനെ വരും കേട്ടോ. അതൊരു കംപ്ലൈൻ്റ് അല്ല, അതങ്ങനെയാണ് എല്ലാ വണ്ടികളിലും. നമുക്ക് മെയിനായിട്ട് ഈ ഭാഗമൊക്കെ ഫുള്ള് തകിടൊക്കെ തുരുമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയറായിട്ടൊന്ന് കോട്ടിങ് ചെയ്ത് വിടാൻ പറഞ്ഞത്. ഈ ഭാഗമൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല, നമുക്ക് കുറേ നാളത്തേക്ക് അതങ്ങനെ തന്നെ നിന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയപ്പോൾ കുറച്ച് ലേറ്റായി. ഇനിയിപ്പോൾ അത് വണ്ടിയിലേക്ക് കയറ്റണം. പിന്നെ അതിൻ്റെ ട്യൂണിങ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരല്പം താമസം വന്നത്. പരമാവധി നാളെ ഒരു 10 മണി 11 മണിക്കുള്ളിൽ നമുക്ക് എടുക്കാവുന്ന രീതിയിൽ സെറ്റ് ആക്കാം.